കൊല്ലപ്പെട്ട സ്ത്രീകളെല്ലാവരും വിവാഹ വേഷത്തിലായിരുന്നു. സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവർ, ജീവിത പ്രയാസങ്ങൾ കൊണ്ട് ഭക്തിയിൽ മുഴുകി ജീവിച്ചവർ. മൃതദേഹങ്ങളെല്ലാം കണ്ടെത്തിയത് ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും. ചില മൃതദേഹങ്ങൾ ദിവസങ്ങളോളം പഴകി ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നെല്ലാം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാരകമായ പൊട്ടാസ്യം സയനൈഡ് ഉള്ളിൽ ചെന്നാണ് ഇവരെല്ലാം മരണപ്പെട്ടതെന്ന് കണ്ടെത്തി. ശരീരമൊട്ടാകെ ഭസ്മം പൂശി ക്ഷേത്ര പരിസരങ്ങളിലെത്തി സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്ന സീരിയൽ കില്ലർ. പൊട്ടാസ്യം സയനൈഡ് ഉപയോഗിച്ച് തന്റെ ഇരകളെ കൊന്നുതള്ളി ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച സയനൈഡ് മല്ലിക. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലർ. 2007 സെപ്റ്റംബർ 19 കർണാടകയിലെ മഡൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സന്ദേശമെത്തി. മഡൂരിലെ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉടമയുടേതായിരുന്നു ആ ഫോൺ കോൾ. റൂം നമ്പർ 103 നിന്നും അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നു. 3 ദിവസം മുൻപ് ഒരു സ്ത്രീ ആയിരുന്നു ആ റൂം എടുത്തിരുന്നത്. ഇതായിരുന്നു ആ സന്ദേശം. പോലീസ് വൈകാതെ തന്നെ സ്ഥലത്തെത്തി. അസഹ്യമായ ദുർഗന്ധം തളം കെട്ടി നിൽക്കുന്നു. മുറിക്കുള്ളിലായ ഒരു സ്ത്രീയുടെ അഴുകിയ ജഡമായിരുന്നു ഉണ്ടായിരുന്നത്. 2 ദിവസത്തിലധികം പഴക്കമുണ്ടായിരുന്നു ആ മൃതദേഹത്തിന്. കാഴ്ചയിൽ മധ്യവയസ്കയായ സ്ത്രീ ആയിരുന്നു അത്. വളരെ വിലപിടിപ്പുള്ള പട്ടുസാരി അണിഞ്ഞിരിക്കുന്നു. മുറിയെടുത്തത് അവർ ഒറ്റയ്ക്കാണെന്നും കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുമാണ് റിസപ്ഷനിസ്റ്റിന്റെ മൊഴി. മൃതദേഹം പരിശോധിച്ച പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. മരണപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ അവർ ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഗസ്റ്റ് ഹൗസ് ജീവനക്കാരെയെല്ലാം ചോദ്യം ചെയ്തു. റൂം എടുത്ത സ്ത്രീയുടെ പേര് പില്ലമ്മ എന്നായിരുന്നു. ഹെബ്ബാൽ എന്നായിരുന്നു അവരുടെ സ്വദേശമായ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് അഡ്രസ് തേടിയായി പോലീസിന്റെ അന്വേഷണം. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. പൊട്ടാസ്യം സയനൈഡ് എന്ന മാരക വിഷം ഉള്ളിൽ ചെന്നാണ് ആ സ്ത്രീ മരണപ്പെട്ടതെന്ന് വിവരം ലഭിച്ചു. മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണിതെന്ന് പോലീസ് വിലയിരുത്തി. പക്ഷേ പിടിവലി നടന്ന ലക്ഷണങ്ങളോ ശരീരത്തിൽ മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. വൈകാതെ തന്നെ പോലീസ് പില്ലമ്മയുടെ വീട്ടിലേക്ക് എത്തി. ഹെബ്ബൽ എന്ന സ്ഥലത്ത് സാമാന്യം ധനാഢ്യരായ കുടുംബമായിരുന്നു പില്ലമ്മയുടേത്. ഭർത്താവ് മുനിരാജു. ഹെബ്ബലിൽ മുനിരാജുവും പില്ലമ്മയും ഒരു ക്ഷേത്രം പണിയുന്നുണ്ട്. കുടുംബവകയായി ആളുകളെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം ക്ഷേത്ര നിർമ്മിതിയെന്ന് ഇരുവർക്കും നിർബന്ധമുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് ഒരു ഗോപുരം പണിയാമെന്നതായിരുന്നു അവരുടെ തീരുമാനം. ബാംഗ്ലൂരിൽ എവിടെ ഒരു ക്ഷേത്രത്തിൽ വ്യത്യസ്തമായ ഗോപുരമുണ്ടെന്ന് പില്ലമ്മ മുനിരാജുവിനോട് പറഞ്ഞു. പില്ലമ്മയുടെ സുഹൃത്തിനോട് ഒരു അജ്ഞാത സ്ത്രീ പറഞ്ഞ പ്രകാരം സെപ്റ്റംബർ 17 പില്ലമ്മ തനിയെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. പിന്നീട് പില്ലമ്മയെ കാണുന്നത് മരണപ്പെട്ട് അഴുകിയ നിലയിലാണ്. ആ അജ്ഞാത സ്ത്രീയെ ലക്ഷ്യം വെച്ച് അന്വേഷണം നടത്തിയെങ്കിലും അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. 2007 ഡിസംബർ 18 കർണാടകയിലെ കലാശിപ്പാളയം പോലീസിന് ഒരു വിവരം ലഭിച്ചു. ദോഡ ബെല്ലാപൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഒഴിഞ്ഞ ഭാഗത്ത് ഒരു യുവതിയുടെ മൃതദേഹം കാണപ്പെട്ടുവെന്നായിരുന്നു ആ സന്ദേശം. പൊതുവെ തിരക്ക് കുറഞ്ഞ ക്ഷേത്രത്തിലെ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ഇവിടെ എത്താറുണ്ട്. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹത്തിന് ഏകദേശം 30 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വിവാഹ വസ്ത്രത്തിലായിരുന്നു ഈ സ്ത്രീയും മരണപ്പെട്ടത്. എന്നാൽ ശരീരത്തിൽ ആഭരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം പൊട്ടാസ്യം സയനൈഡ് ഉള്ളിൽ ചെന്നതാണെന്ന് കണ്ടെത്തിയിരുന്നു. മരണപ്പെട്ട സ്ത്രീ ആരാണെന്ന് കണ്ടെത്താനായിരുന്നു പോലീസിന്റെ പിന്നീടുള്ള ശ്രമം. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ യുവതിയെ കാണാനില്ല എന്നൊരു പരാതി അതിനോടകം ലഭിച്ചിരുന്നു. നാഗവേണി എന്നായിരുന്നു ആ യുവതിയുടെ പേര്. ഒരു ധനിക കുടുംബത്തിലെ സ്ത്രീ. പെട്ടെന്നൊരു ദിവസം ദൂരെ എവിടെയോ പോകുന്നു എന്ന് പറഞ്ഞാണ് അവർ വീട് വിട്ടിറങ്ങിയത്. മൊബൈൽ ഉപയോഗിക്കാത്തതിനാൽ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പൊതുവെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമായിരുന്നു നാഗവേണിയുടേത്. ക്ഷേത്രങ്ങളിൽ പോവാൻ മാത്രമായിരുന്നു അവർ വീടിന് പുറത്തിറങ്ങാറ്. പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ വിവാഹശേഷം 10 വർഷമായി കുട്ടികളില്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു നാഗവേണി. അതാണ് അവരെ ഭക്തിയിലേക്ക് നയിക്കാനുള്ള കാരണമെന്നും കണ്ടെത്തി. സന്താന സൗഭാഗ്യത്തിനായി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നാഗവേണിയുടെ പതിവായിരുന്നു. ആദ്യമൊക്കെ ഭർത്താവും കൂടെ പോകുമായിരുന്നെങ്കിലും പതിയെ അയാൾക്കതിൽ താല്പര്യമില്ലാതെയായി. അവസാനമായി നാഗവേണി വീട് വിട്ടിറങ്ങിയ ദിവസം അവരുടെ വിവാഹ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. ദേഹമാസകലം സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു. പതിവിലധികം ആഭരണങ്ങൾ ധരിച്ച തന്റെ ഭാര്യയെ അയാൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അയാൾ ഒന്നും ചോദിക്കാൻ മുതിർന്നിരുന്നില്ല. മരണം സംഭവിച്ച ക്ഷേത്ര പരിസരങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയിലേക്ക് എത്താൻ പാകത്തിന് യാതൊരു തെളിവും ലഭ്യമായില്ല. സമാനമായ സംഭവങ്ങൾ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നറിയാൻ പ്രദേശത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൈമാറി. ദിവസങ്ങൾക്കകം ലഭിച്ച റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. മാസങ്ങൾക്കിടയിൽ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലായി 4 സ്ത്രീകൾ സൈന്യയുടെ ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടതായി കണ്ടെത്തി. എല്ലാ മരണങ്ങളിലും ഏതെങ്കിലും ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രതിയെന്ന് സംശയിക്കുന്ന ആരെയും ഇതുവരെ പിടികൂടിയിട്ടുമില്ല. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കർണാടക പോലീസ് പഴുതടച്ച് അന്വേഷിക്കാൻ തുടങ്ങി. മൊത്തം 6 മരണങ്ങൾ. എല്ലാ മരണങ്ങളും 1999 2007 ഇടയിലുള്ള കാലത്താണ് നടന്നിരിക്കുന്നത്. എന്നാൽ അവസാനത്തെ 5 മരണങ്ങളും നടന്നിരിക്കുന്നത് വെറും 3 മാസങ്ങൾക്കുള്ളിലായിരുന്നു.
ആത്മഹത്യ എന്ന നിഗമനങ്ങളിൽ എഴുതിത്തള്ളപ്പെട്ടതായിരുന്നു ഓരോ കേസും. 2006 ഡിസംബർ 9 ബാംഗ്ലൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ ശങ്കർ എന്ന പേരുള്ള ഒരാൾ ഡിസംബർ 7 മുതൽ തന്റെ ഭാര്യയെ കാണാനില്ലെന്ന പരാതിയുമായി എത്തി. വൈകാതെ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള നാരായണ ആശ്രമത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി. ശങ്കറിന്റെ ഭാര്യയായ രേണുകയായിരുന്നു അത്. സയനൈഡ് ഉള്ളിൽ ചെന്ന് തന്നെയായിരുന്നു രേണുകയുടെയും മരണം. മരണപ്പെട്ട സ്ത്രീകളിലെല്ലാം തന്നെ പോലീസിന് ചില സമാനതകൾ കണ്ടെത്തി. കൊല്ലപ്പെട്ടവരെല്ലാം ധനിക കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു, കടുത്ത ഈശ്വര ഭക്തരും. ജീവിതത്തിലെ ചില പ്രയാസങ്ങളാണ് അവരെ ഭക്തിയിലേക്ക് നയിച്ചത്. മാണ്ടിയിൽ ക്ഷേത്ര സത്രത്തിൽ മരണപ്പെട്ട മുനിയമ്മയ്ക്ക് സ്വകാര്യ ദുഃഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തന്നെ ഇഷ്ടപ്പെട്ടവരെല്ലാം തന്നിൽ നിന്നും അകന്നുപോയി എന്നായിരുന്നു അവരുടെ ഏക ദുഃഖം. ഇവരുടെയെല്ലാം ശരീരത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിക്കപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് കൊലപാതകി ഒരു സ്ത്രീയാണെന്ന നിഗമനത്തിലെത്തി പോലീസ്. ആഭരണങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ തീർച്ചയായും എവിടെയെങ്കിലും അത് വിറ്റിട്ടുണ്ടാവും. തുടർന്ന് കർണാടകയിൽ ഉടനീളമുള്ള ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിച്ചു. പക്ഷെ യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും സ്വർണം വിൽക്കാൻ കൊണ്ടുവന്നാൽ സംശയാസ്പദമായി തോന്നിയാൽ പോലീസിനെ വിവരം അറിയിക്കണമെന്ന് അറിയിച്ചു. കൂടാതെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പല വേഷങ്ങളിൽ പല സ്ഥലങ്ങളിലും നിരീക്ഷണവും ആരംഭിച്ചു. 2007 ഡിസംബർ 30 പോലീസ് കാത്തിരുന്ന ആ വിവരം എത്തി. തുംകൂറിലുള്ള ഒരു പഴയ ജ്വല്ലറി ഉടമയായിരുന്നു അത്. മധ്യവയസ്കയായ ഒരു സ്ത്രീ സ്വർണം വിൽക്കാനായി തന്നെ സമീപിച്ചു. ഏറെ ആഭരണങ്ങൾ ഉള്ളതിനാൽ ഇത്രയും പണം കയ്യിലില്ലെന്നും പിറ്റേ ദിവസം എത്തിയാൽ മാർക്കറ്റ് വിലയിൽ മുഴുവൻ പണവും നൽകാമെന്നും ആ സ്ത്രീയോട് അയാൾ പറഞ്ഞു. ഡിസംബർ 31 രാവിലെ ഉദ്യോഗസ്ഥർ വേഷം മാറി ടാക്സി ഡ്രൈവറായും ചുമട്ട് തൊഴിലാളിയായും വേഷം മാറി ജ്വല്ലറി വളഞ്ഞു. നേരം ഉച്ചയോടടുത്തു. ജ്വല്ലറിയുടെ മുന്നിൽ ഓട്ടോയിൽ ഒരു മധ്യവയസ്ക വന്നിറങ്ങി. വിലപിടിപ്പുള്ള പട്ടുസാരി ആയിരുന്നു അവരുടെ വേഷം. കയ്യിൽ ഒരു വലിയ ബാഗും ഉണ്ടായിരുന്നു. ഇത്രയും സ്വർണം എവിടെ നിന്നാണ് എന്ന് ഉടമ ഒരു കുശലാന്വേഷണം എന്ന രീതിയിൽ ചോദിച്ചു. ഉടൻ തന്നെ അവർ ബാഗിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് നീട്ടി. KB കെമ്പമ്മ ചിട്ടി ഫണ്ട് എന്ന രീതിയിൽ അതിൽ അടിച്ചിരുന്നു. താൻ ഒരു ചിട്ടി ഫണ്ട് നടത്തുന്നുവെന്നും ഒപ്പം സ്വർണ്ണപ്പണയത്തിൽ വായ്പകൾ നൽകാറുണ്ടെന്നും അവർ പറഞ്ഞു. തുക തിരികെ നൽകാത്തവരുടെ സ്വർണമാണിതെന്നും അവർ വിശദീകരിച്ചു. സ്വർണം പരിശോധിച്ചപ്പോൾ തന്നെ അതൊരു വ്യക്തിയുടെ സ്വർണം മാത്രമാണെന്ന് കണ്ടെത്തി. കൂടാതെ അതിലൊരു വിവാഹമോതിരം കൂടി ഉണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് കെമ്പമ്മയെ പിടികൂടി ചോദ്യം ചെയ്തു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കെമ്പമ്മയിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. ശരിക്കുമുള്ള പേര് KD കെമ്പമ്മ. കർണാടകയിലെ കങ്കാലിപുര സ്വദേശിയായ തയ്യൽക്കാരന്റെ ഭാര്യയാണ് അവർ. 2 പെൺകുട്ടികളും ഒരു മകനും. മൂവരും വിദ്യാസമ്പന്നർ. മല്ലിക വീട്ടുജോലിക്കെല്ലാം പോവുമായിരുന്നു. അതിനിടയിൽ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും മോഷണ ശ്രമത്തിന് അറസ്റ്റ് ചെയ്യുകയും 1 വർഷം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം അവരുടെ വീട്ടിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. തുടർന്ന് ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ കൂടെ കൂടി. അവിടെ നിന്നാണ് പൊട്ടാസ്യം സയനൈഡിനെ പറ്റിയുള്ള അറിവ് മല്ലികയ്ക്ക് ലഭിക്കുന്നത്. ഉള്ളിലെത്തിയാൽ പെട്ടെന്ന് മരണപ്പെടുമെന്ന അറിവ് അവരിലെ ക്രിമിനൽ ബുദ്ധി ഉണർത്തി. സ്വർണ്ണപ്പണിക്കാരൻ അറിയാതെ കെമ്പമ്മ പൊട്ടാസ്യം സയനൈഡ് എടുത്ത് സൂക്ഷിച്ചു. 1999 മുതലാണ് ഇവർ അവരുടെ കൊലപാതക പരമ്പര ആരംഭിക്കുന്നത്. 30-കാരിയായ മമതാ രാജനായിരുന്നു മല്ലികയുടെ ആദ്യത്തെ ഇര. ക്ഷേത്ര പരിസരങ്ങളിലായിരുന്നു ഇരയ്ക്കായി അവർ വലവിരിക്കാറുള്ളത്. നെറ്റിയിലും ശരീരത്തിലും ഭസ്മം പൂശി രുദ്രാക്ഷവും ധരിച്ച് തികഞ്ഞ ഭക്തിയുടെ വേഷത്തിലെത്തി ക്ഷേത്ര പരിസരങ്ങൾ കറങ്ങി നടക്കും. അമിതമായ ഭക്തി പ്രകടനം നടത്തുന്നവരായിരുന്നു ഇവരുടെ ലക്ഷ്യം. സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവരെ ലക്ഷ്യം വെക്കും. അവരുമായി സൗഹൃദത്തിലാകും. പൂജയും ആചാരങ്ങളിലുമുള്ള തന്റെ അറിവ് പ്രദർശിപ്പിക്കും. ഒന്നിലേറെ തവണയുള്ള കൂടിക്കാഴ്ചയിൽ ഇര ഇവരുടെ കെണിയിലാകും. ബംഗളൂരുവിന് അകലെയുള്ള ക്ഷേത്രത്തിൽ ചെന്ന് പൂജ നടത്തിയാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകുമെന്ന് അവർ തെറ്റിദ്ധരിപ്പിക്കും. വിവാഹ വസ്ത്രത്തിൽ സ്വർണ്ണാഭരണ വിഭൂഷിതയായി പൂജ നടത്തിയാലേ ദൈവങ്ങൾ പ്രീതിപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കും. പൂജ വളരെ രഹസ്യമായിരിക്കണം. ആരെങ്കിലും അറിഞ്ഞാൽ കാര്യസാധ്യം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തും. തുടർന്ന് ഇരകളെ കൊണ്ട് തന്നെ മുറിയെടുപ്പിച്ച് മല്ലിക ഒഴിഞ്ഞു മാറി നിൽക്കും. മുറിയിലെത്തി അധികം വൈകാതെ തന്നെ പൂജ ആരംഭിക്കും. തുടർന്ന് തീർത്ഥമാർന്ന വ്യാജേന സയനൈഡ് കലർത്തിയ വെള്ളം കുടിക്കാൻ നൽകും. സയനൈഡ് ഉള്ളിൽ ചെന്ന് ഇര പിടഞ്ഞു മരിക്കും. 1999 കൊലപാതകത്തിന് ശേഷം പിന്നീട് മല്ലിക കൊല നടത്തുന്നത് 2007 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 8ാം വർഷത്തെ 3 മാസ കാലയളവിൽ മല്ലിക മറ്റ് 5 പേരെയും കൊന്നുതള്ളി. ഭക്തിയുടെ പേരിൽ നടത്തിയ കൊലപാതകങ്ങൾ ലക്ഷ്യം മോഷണം മാത്രമായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട കെമ്പമ്മയുടെ പേരിൽ നിരവധി കൊലപാതകങ്ങളുടെ കുറ്റപത്രങ്ങൾ ചാർത്തപ്പെട്ടു. മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയവർ പിന്നീട് സയനൈഡ് മല്ലിക എന്ന കുപ്രസിദ്ധി നേടി. നാഗവേണി കേസിൽ 2009 മാർച്ച് 24 തുംകൂർ കോടതി സയനൈഡ് മല്ലികയ്ക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ കർണാടക ഹൈക്കോടതി അത് ജീവപര്യന്തമായി വെട്ടിക്കുറച്ചു. 7 കൊലപാതകങ്ങൾ ചെയ്ത സയനൈഡ് മല്ലികയുടെ 6 കൊലപാതകങ്ങൾ മാത്രമേ പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. മരണം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കുക എന്നതാണ് സയനൈഡ് മല്ലികയുടെ ഇപ്പോഴത്തെ വിധി.